ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താ കുറച്ച് മത്തിയൊക്കെ ഇത് വീഡിയോയിൽ വന്നതെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു കുക്കിംഗ് വ്ളോഗാണ്. ഇതിപ്പോൾ രാവിലെ ഇവിടെ ഉള്ളവരൊക്കെ ഓരോരോ ആവശ്യത്തിന് പോയി. പിന്നെ ഇവിടെ അമ്മമ്മ ഉണ്ടായിരുന്നു. അമ്മമ്മ ഇപ്പം ഹെൽത്ത് സെൻറ്ററിൽ പോയതാണ്. സാധാരണ അമ്മമ്മ എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തൊക്കെ പോവുകയാണെങ്കിൽ എന്നോടിങ്ങനെ പറയും, മീനൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അമ്മമ്മ എന്നെ നന്നാക്കി വെച്ചിട്ട് എന്നോട് പറയും കറി വെക്കണേ എന്നൊക്കെ. പക്ഷേ ഇന്നൊന്നും പറഞ്ഞില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കറി വെച്ചിട്ടുണ്ടാവും വിചാരിച്ച് ഞാൻ അടുക്കള പോയി നോക്കിയപ്പം ഒരു ചട്ടി നിറച്ച് മത്തി. പിന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് മീൻ നന്നാക്കാൻ അറിയില്ല എന്ന് വിചാരിച്ചിട്ട് ആളിനോട് പറയാണ്ട് പോയതാണ്. സംഭവം ശരിയാണ്, ഞാനിതുവരെ മീൻ നന്നാക്കിയിട്ടില്ല. പിന്നെ ഞാൻ വിചാരിച്ച് എന്നാൽ പിന്നെ മീനൊക്കെ നന്നാക്കി അത് കറിയൊക്കെ വെച്ച് അമ്മമ്മേനെ ചെറുതായിട്ട് ഞെട്ടിക്കാതെ അങ്ങനെ ഞാൻ മീനൊക്കെ നന്നാക്കുകയാണ് കേട്ടോ. ഇതുവരെ ഒറ്റയ്ക്ക് മീനൊന്നും നന്നാക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ അമ്മയൊക്കെ ഇവിടെ മീൻ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് ചെയ്യാണ്, ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുക. അങ്ങനെ ഞാൻ മീനൊക്കെ നന്നാക്കി വൃത്തിയാക്കി എടുത്തു. പിന്നെ ഒരു ഐഡിയ കിട്ടിയിട്ടോ. പിന്നെ ഞാൻ പെട്ടെന്ന് മീനൊക്കെ വൃത്തിയാക്കി എടുത്തു, നന്നായി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. മീൻ നന്നാക്കി കഴിഞ്ഞപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ മീൻ. പിന്നെ എൻ്റെ അച്ചമ്മയൊക്കെ ചെയ്യുന്നത് കണ്ടതാണ്. ഇങ്ങനെ മത്തിയൊക്കെ ക്ലീൻ ചെയ്ത് എടുത്തു കഴിഞ്ഞിട്ട് കഴുകുന്നതിൻ്റെ മുന്നേ കുറച്ച് കല്ലുപ്പ് എടുത്തിട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ വിരകിയെടുക്കും, വെള്ളമൊന്നും ഒഴിക്കാണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നന്നായിട്ട് സാധാ പച്ചവെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കുക. അതെന്തിനാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാനും വിചാരിച്ച് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് പോയി നോക്കിയപ്പം കല്ലുപ്പില്ല, പൊടിയുപ്പേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ പച്ചവെള്ളത്തിൽ കുറേ തവണ കഴുകിയെടുത്ത് പിന്നെ പൊരിക്കാൻ വേണ്ടിയിട്ട് നല്ല മീൻ നോക്കിയെടുത്തിട്ട് ഇതുപോലെ വരഞ്ഞ് മാറ്റി വെച്ചു. എന്നിട്ടെന്താ ഒരു പാത്രം എടുത്തു, കുറച്ച് മുളക് പൊടി ഇട്ടു, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, ആവശ്യത്തിന് ഉപ്പിട്ടു, നന്നായിട്ട് മിക്സ് ചെയ്തു. പിന്നെ മാറ്റി വെച്ച മത്തി എടുത്ത് അതിലിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു. അപ്പോൾ ഈ ദോശക്കല്ലിലാട്ടോ ഇവിടെ മീനൊക്കെ പൊരിക്കാറ്. അങ്ങനെ അത് അടുപ്പിൽ വെച്ചു. ചൂടായി കഴിഞ്ഞപ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് ആ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ട് പിന്നെ നമ്മൾ മാറ്റി വെച്ച മീനെല്ലാം ഇതിൽ അടുക്കി പെറുക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് അത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ട് പൊരിച്ച് കരിച്ചെടുത്തു. പിന്നെ ഞാൻ പൊരിച്ചതുകൊണ്ടാണോ എന്നറിയില്ല, കാണാനൊക്കെ ഒരു ലുക്കൊക്കെ ഉണ്ട്, കഴിക്കാൻ എങ്ങനെയാണാവോ. അങ്ങനെ മീൻ പൊരിച്ചത് റെഡി. അടുത്ത് നമുക്ക് കറി വെക്കാം. അപ്പോൾ അതിനൊരു ചട്ടി എടുത്തു, ആവശ്യത്തിന് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ എടുത്തിട്ടു. പിന്നെ ഞാൻ ഉള്ളി പച്ചമുളക് ഇഞ്ചി അങ്ങനത്തെ സാധനമൊക്കെ തപ്പിയപ്പം അതൊന്നും ഇവിടെ ഇല്ല. അതൊക്കെ തീർന്നു.
അപ്പോൾ പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ അങ്ങനെയാണല്ലോ. അപ്പോൾ പിന്നെ തക്കാളി ഉണ്ടായിരുന്നു, അപ്പോൾ തക്കാളി മുറിച്ചിട്ടു. പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു, എന്നിട്ട് നന്നായിട്ട് ഇളക്കി. പിന്നെ കറി വെക്കേണ്ട മീനൊക്കെ അതിലെടുത്തിട്ട് അത് അടുപ്പിൽ വെച്ചു. പിന്നെ ഇവിടെ ആവശ്യത്തിലധികം കാന്താരി മുളകുണ്ട്, അപ്പോൾ ഞാൻ 4 കാന്താരി മുളക് പറിച്ച് കറിയിലെടുത്തിട്ടു. അത് കഴിഞ്ഞ് പിന്നെ ഉപ്പിട്ടിട്ടില്ലായിരുന്നു, അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കി തിളപ്പിച്ചെടുത്തു. അങ്ങനെ കറി തിളച്ച് വന്നപ്പം ഇത് വീട്ടിലുണ്ടായ കറിവേപ്പില കേട്ടോ, അപ്പോൾ ഞാനത് ഇട്ട് കൊടുത്തു. എന്നിട്ട് അടുപ്പത്ത് നിന്ന് ഇറക്കി വെച്ചിട്ട് മുകളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ മുകളിൽ ഒഴിച്ച് കൊടുത്തു. അപ്പോൾ നമ്മുടെ മീൻ കറി റെഡിയായി. പിന്നെ ഇവിടെ കുറച്ച് പയറുണ്ടായിരുന്നു, അപ്പോൾ അത് നന്നായിട്ട് അരിഞ്ഞ് കഴുകിയെടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ചീഞ്ചട്ടി അടുപ്പിൽ വെച്ചു. ചൂടായപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു. കടുക് പൊട്ടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇതിലും 2-3 കാന്താരി മുളക് എടുത്തിട്ടു കേട്ടോ, ഇനി ഇതിലായിട്ട് കുറയ്ക്കണ്ടല്ലോ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടു. അതെന്തിനാന്ന് എനിക്ക് പോലും അറിയില്ല. എന്തോ ഞാനിങ്ങനെ ഉപ്പേരിയൊക്കെ വെക്കുമ്പോൾ ഇതേപോലെ കടുക് പൊട്ടിച്ച് കഴിഞ്ഞാൽ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിടും, എന്തോ വെറുതെ. പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത്, നമ്മൾ ഉപ്പിട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് പിന്നെ അടച്ച് വെച്ച് നമ്മൾ വേവിച്ചെടുത്തു. അപ്പോൾ നമ്മുടെ ഉപ്പേരിയും റെഡിയായി. ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.